അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല സ്ത്രീകളുടെയും കണ്ണീരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്: ക്ഷമ. പലപ്പോഴും സ്ത്രീകൾക്ക് പറയാൻ പറ്റാത്ത പല വേദനകളും ഉണ്ടാകും. വീട്ടിൽ ഭർത്താവിനോട്, കുട്ടികളോട്, ബന്ധുക്കളോട്, സമൂഹത്തോട്, എല്ലാവരോടും ചിരിച്ചു നിൽക്കുമ്പോഴും ഹൃദയം ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എത്ര കാലം ഇങ്ങനെ സഹിക്കണം? എന്നെ അള്ളാഹു കാണുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം ഓർക്കാം: ക്ഷമയോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ സഹായം. ക്ഷമയോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ സഹായം. സഹോദരിമാരെ, ക്ഷമ എന്നത് ദൗർബല്യമല്ല, അത് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നബിയെ കല്ലെറിഞ്ഞു, പരിഹസിച്ചു, ആ നഗരത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അള്ളാഹുവേ, ഇവരോട് ക്ഷമിക്കണമേ. അവിടെയാണ് ക്ഷമയുടെ യഥാർത്ഥ ഉയരം. നമ്മളിൽ പല സ്ത്രീകളും ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുന്നവരാണ്. ഭർത്താവിൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചാലും കുടുംബം തകരരുത് എന്ന് കരുതി മൗനം പാലിക്കുന്നവരാണ്. കുട്ടികളുടെ നന്ദിയില്ലായ്മയിലും ഉമ്മയല്ലേ എന്ന് കരുതി നമ്മൾ ക്ഷമിക്കാറുണ്ട്. ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകൾക്കിടയിലും സ്വന്തം ആത്മാഭിമാനം മൂടിവെക്കൽ. ഇതെല്ലാം അള്ളാഹുവിന് അറിയാം. നിങ്ങളുടെ കണ്ണീർ പോലും അവനിൽ നിന്ന് മറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ശക്തനായ വിശ്വാസി അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടവനാണ്. ഇവിടെ ശക്തി എന്നത് ശബ്ദമുയർത്തുന്നതല്ല, തിരിച്ചടിക്കുന്നതുമല്ല, തളർന്നാലും വിശ്വാസം വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുന്നതാണ്. സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം, ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ ഓർക്കൂ, അള്ളാഹുവിൽ ആശ്രയിക്കുന്നവന് അവൻ മതിയാകും. അള്ളാഹുവിൽ ആശ്രയിക്കുന്നവന് അവൻ മതിയാകും. അള്ളാഹു മതിയെങ്കിൽ നമുക്ക് വേറെ ആരുടെയും അംഗീകാരം വേണ്ട. നിങ്ങളുടെ ക്ഷമ വെറുതെയല്ല, വെറുതെയാവില്ല. നിങ്ങളുടെ സഹനം നഷ്ടമാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: പ്രവൃത്തികൾ ഉദ്ദേശ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ കുടുംബത്തിനായി സഹിക്കുന്നുവെങ്കിൽ അത് ഇബാദത്താണ്. കുട്ടികളുടെ നന്മക്കായി സഹിക്കുന്നുവെങ്കിൽ അത് സദഖയാണ്. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ മൗനം പാലിക്കുന്നുവെങ്കിൽ അത് വലിയ പ്രതിഫലമാണ്. ഒന്നോർക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ എത്ര ത്യാഗം സഹിച്ചിരുന്നു. സാമ്പത്തികമായി, മാനസികമായി, സാമൂഹികമായി അവരുടെ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത ബഹുമതി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലെ എന്നേക്കുമുള്ള സ്ഥാനം. സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ നന്മകൾ നാളെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ചെറുതായി തോന്നുന്ന നന്മയെയും അവഗണിക്കരുത്. ഒരു ദുആ, ഒരു പുഞ്ചിരി, ഒരു ക്ഷമ, ഇവയാണ് ഇന്നത്തെ വേദന നാളെയുടെ സാക്ഷ്യമായിരിക്കും. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് തകർക്കാനല്ല, ഉയർത്താൻ തന്നെയാണ്. അവസാനം ഞാൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ ക്ഷമിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ ക്ഷമയുള്ളവരാക്കി അവൻ്റെ സഹായം നേടുന്നവരാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.